ഉത്തരവുകളും പ്രസ്താവനകളും കൊണ്ട് അലഹബാദ് ഹൈക്കോടതി ഫേമസ് ആണ്. പലപ്പോഴൊക്കെ അലഹബാദ് ഹൈക്കോടതിയുടെ നിലപാടുകൾ കേൾക്കുമ്പോൾ ഇത് നീതിപീഠം തന്നെയാണോ എന്ന് സംശയിച്ചു നിൽക്കാറുണ്ട്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളുടെ മാറിടത്തിൽ സ്പർശിച്ചാലോ പൈജാമയോട് ചരട് പൊട്ടിക്കാൻ ശ്രമിച്ചാലോ ബലാത്സംഗമോ അതിനുള്ള ശ്രമമോ അല്ല എന്ന അലഹബാദ് ഹൈക്കോടതിയുടെ വിവാദ ഉത്തരവിൽ സുപ്രീം കോടതി പോലും വാമൂടി ഇരിക്കുന്ന അവസ്ഥയാണ്. എന്നും വാർത്തകളിൽ ഇടം പിടിക്കാറുള്ള അലഹബാദ് ഹൈക്കോടതിയുടെ പുതിയ നടപടിയാണ് ഞെട്ടിച്ചിരിക്കുന്നത്. ഒറ്റ ഉത്തരവ് കൊണ്ട് 582 ജഡ്ജിമാരെയാണ് സ്ഥലം മാറ്റിയിരിക്കുന്നത്. ഭരണപരമായ അഴിച്ചുപണിയുടെ ഭാഗമായിട്ട് 582 ജഡ്ജിമാരെ വിവിധ ജില്ലയിലേക്ക് സ്ഥലം മാറ്റി എന്നാണ് പറയുന്നത്. പക്ഷേ അതിൽ മറ്റൊരു വശം കൂടിയുണ്ട്. ഇക്കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുൻപായിരുന്നു ഡൽഹി ഹൈക്കോടതി ജഡ്ജി യശ്വന്ത് വർമ്മയുടെ വീട്ടിൽ നിന്നും പണം കണ്ടെത്തിയതും നടപടികളുടെ ഭാഗമായിട്ട് സുപ്രീം കോടതി അലഹബാദ് ഹൈക്കോടതിയിലേക്ക് സ്ഥലം മാറ്റിയതും. പക്ഷേ ഈ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് അലഹബാദ് ഹൈക്കോടതിയിലെ ഒരു കൂട്ടം ജഡ്ജിമാർ രംഗത്ത് വന്ന അതേ സാഹചര്യത്തിലാണ് പെട്ടെന്നുള്ള ഈ സ്ഥലം മാറ്റലെന്നുകൂടി ശ്രദ്ധിക്കണം. 2018 സിംഭോലി ഷുഗേഴ്സിന്റെ നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിരുന്ന വർമ്മ കർഷകർക്ക് അവരുടെ കാർഷിക ഉപകരണങ്ങൾക്കും മറ്റ് ആവശ്യങ്ങൾക്കുമായി വിതരണം ചെയ്യുന്നതിന് വേണ്ടി വൻതോതിൽ വായ്പ എടുത്തിരുന്നു. അതിൽ അഴിമതി നടത്തിയതിൽ 10ാം പ്രതിയായിരുന്നു വർമ്മ. അങ്ങനെ നോക്കുമ്പോൾ 15 കോടി വീട്ടിലെ സ്റ്റോർ റൂമിൽ സൂക്ഷിച്ചത് നനച്ചിരിക്കാത്ത നേരത്ത് സുപ്രീം കോടതി കണ്ട സ്വപ്നമല്ല എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. വർമ്മയ്ക്ക് ജുഡീഷ്യൽ അധികാരങ്ങൾ കൊടുക്കേണ്ടതില്ല എന്ന നിലപാടും ജഡ്ജിമാരുടെ കൂട്ടത്തോടെയുള്ള എതിർപ്പും അതിന് തൊട്ടടുത്ത ദിവസമുള്ള സ്ഥലമാറ്റവും എല്ലാം പണത്തിന്റെ അധികാരമുഖമല്ല എന്ന് ആര് കണ്ടു? 236 അഡീഷണൽ ജഡ്ജിമാർ ഉൾപ്പെടെയുള്ളവർക്ക് സ്ഥലം മാറ്റം നൽകിയിരിക്കുന്നത് അലഹബാദ് ഹൈക്കോടതിയിലെ ജോയിന്റ് രജിസ്ട്രാർ സതീഷ് കുമാർ പുഷ്കർ ആണ്. ഈ ഉത്തരവുകൾ പുറപ്പെടുവിച്ച് എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുകയുമാണ്. സെക്ഷൻസ് ജഡ്ജിമാർ, സീനിയർ ഡിവിഷനിലെ 207 സിവിൽ ജഡ്ജിമാർ, ജൂനിയർ ഡിവിഷനിലെ 139 പേര് എന്നിവർ സ്ഥലം മാറ്റം നേരിടേണ്ടി വന്നു. കാൺപൂരിലാണ് ഏറ്റവും കൂടുതൽ സ്ഥലം മാറ്റം ഉണ്ടായിരിക്കുന്നത്. അവിടെ നിന്നും 13 ജഡ്ജിമാരെ സ്ഥലം മാറ്റിയിരിക്കുന്നു. അലിഗഡിൽ നിന്നും 11 ജഡ്ജിമാരെയും ബറേലിയിൽ നിന്നും 5 ജഡ്ജിമാരെയും സ്ഥലം മാറ്റി. സ്ഥലം മാറ്റിയവരിൽ വാരണാസിയിലെ ഗ്യാൻവാബി പള്ളിയുടെ സർവേ നടത്താൻ തീരുമാനമെടുത്ത ജഡ്ജി രവികുമാർ ദിവാകർ അക്കൂട്ടത്തിൽ ശ്രദ്ധേയൻ തന്നെ. അദ്ദേഹത്തെ ബറേലിയിലേക്ക് സ്ഥലം മാറ്റിയിരിക്കുകയാണ്. ഇപ്പോൾ ചിത്രകൂട് ജില്ലാ കോടതിയിലേക്ക് അയച്ചിരിക്കുന്നു. തന്റെ തീരുമാനങ്ങളിൽ പലപ്പോഴും മതഗ്രന്ഥങ്ങളെ പരാമർശിക്കുന്ന ദിവാകർ ഇസ്ലാമിക മത നേതാവ് മൗലാന തൗഖീർ റാസയ്ക്കെതിരെ ജാമ്യമില്ലാ വാറണ്ട് പുറപ്പെടുവിച്ചതിന് ശേഷം ബറേലിയിൽ വീണ്ടും ശ്രദ്ധാകേന്ദ്രമായി മാറി. സത്യത്തിൽ വർമ്മയ്ക്ക് വേണ്ടിയുള്ള കളമൊരുക്കലിന് വേണ്ടിയാണോ ഈ പടിയിറക്കൽ എന്നുകൂടി ഈ സംഭവത്തിൽ സംശയമുണ്ടാക്കുകയാണ്.